ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ചക്ക ഇഷ്ടമാണല്ലോ. എല്ലാവർക്കും ഈ വർഷത്തെ ആദ്യത്തെ ചക്ക എനിക്ക് ഇന്നലെ കിട്ടി. അതായത് നമ്മുടെ ഇവിടെ പഴഞ്ചക്ക എന്നാണ് പറയും. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്ന ചക്ക ഉണ്ടല്ലോ, അതിന് ഇവിടെ പഴഞ്ചക്ക എന്ന് പറയും കാസർഗോഡ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് ആദ്യം തന്നെ കിട്ടിയപ്പോൾ നല്ല മധുരത്തോടെ കഴിച്ചിട്ട് തന്നെ വെറുതെ കഴിക്കാതെ അത് പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ സ്നാക്സിനും അതുപോലെ എനിക്ക് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ വായിലിടുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഇന്നലെ മെഞ്ഞാന്ന് തന്നു. ഞാനത് മുറിച്ച് ക്ലീനാക്കി നമ്മുടെ കയ്യിൽ പറ്റുന്നതൊക്കെ ഇല്ല. അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ ചക്കയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കയ്യിലോട്ട് ഒട്ടുന്നതൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചക്ക ചുള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും വേണ്ട. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എന്ത് കിട്ടിക്കഴിഞ്ഞാലും നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ കൊണ്ടുവെക്കും. നമുക്ക് പിന്നീട് ഒരു ദിവസം ഒറ്റയടിക്ക് തിന്ന് തീർക്കാതെ, അല്ലെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് തീർക്കാതെ നാളത്തേക്കെന്നുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും. അപ്പോൾ ഞാൻ അതിൻ്റെ 1/4 ഭാഗം ഞാൻ കവറിൽ പാക്ക് ചെയ്ത് ഫ്രീസറിൻ്റെ അകത്ത് വെച്ചു. 1/4 ഭാഗം പോർഷൻ എടുത്തിട്ട് ഞാൻ ചക്കച്ചുള പൊരിക്കുകയാണ്. അതായത് പഴം പൊരിക്കുന്ന പോലെ മൈദയിലിട്ട് പൊരിക്കുകയാണ്. അതിന് 1/4 കിലോ മൈദ എടുത്ത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ മാവിൽ ചേർക്കും കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് മുക്കിയിട്ട് ചെറുതായിട്ട് ചക്കക്കുരു കളഞ്ഞിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ചക്ക ചുളയാണല്ലോ, അങ്ങനെ ഞാനതെടുത്തിട്ട് എണ്ണയിലോട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് വറുത്തെടുത്തതിന് ശേഷമാണ് വീഡിയോ ആദ്യം ഒന്ന് സ്കിപ്പായിപ്പോയി. അപ്പോൾ 3 തവണ ഇട്ടപ്പോൾ എനിക്കത് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ കഴിക്കും. ഇതിപ്പോൾ ലാസ്റ്റ് പോർഷനാണ്. അതായത് 1/4 കിലോ അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ മൈദാപ്പൊടി അധികം കഴിക്കാൻ പാടില്ല. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ എണ്ണയിൽ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചാൽ കഴിയുന്നതും ഞാൻ എണ്ണയിൽ പൊരിച്ചൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. എന്നാലും ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സപ്പോർട്ടും വേറെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോഴെല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. കുക്കിങ്ങിന് ഞാൻ കുറച്ച് എക്സ്പെർട്ടാണ്, പക്ഷേ ഞാൻ FBയിൽ ഇതുവരെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഓക്കെ, ബായ്.